ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി കപ്പയും ബീഫും വെച്ചാലോ. അപ്പോൾ ഇന്നും ആൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ആൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി അതിൽ മസാലയും സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനമൊക്കെ ഇട്ട് ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് കുക്കാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് നേരം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ കപ്പയായിട്ട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സാധാ കപ്പ മേടിച്ചിട്ട് അതിനൊരു മതിരിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഫ്രോസൺ കപ്പയാണ് മേടിച്ചത്. അത് നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ചതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആളുടെ ഈ കപ്പയും ബീഫൊക്കെ കഴിച്ച് എനിക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ബിഗ് ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. കഴിച്ചിട്ട് പിന്നെയും തിന്നാൻ തോന്നായിരുന്നു. അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും പുറത്തുനിന്ന് വാങ്ങി കഴിക്കണമെങ്കിൽ നല്ലത് ഈ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അതാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നാളുണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് നിന്ന് തന്നെ അറിയാം. ഞാൻ പിന്നെയും കോരി തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിടും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.